എന്തിത്ര താമസിച്ചത്? അല്ല, ഞാൻ കൊച്ചമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതാ താമസിച്ചത്. എന്താ എന്നെ നോക്കുന്നേ? അമ്മയാണ്, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആശ്വാസമായി. അല്ല, ലക്ഷ്മി കുഞ്ഞ് ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കാനുള്ള ആത്മധൈര്യം ഒന്നും എന്റെ കൊച്ചമ്മയ്ക്ക് ഇല്ലാതാ. ആരും കളിയാക്കണ്ട. ഒരു ദിവസം നോക്കിക്കോ, നിങ്ങൾ എല്ലാവരും ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിരിക്കും. അത് ഞങ്ങൾ ജീവിതം മടുക്കുമ്പോൾ പറയാം. പക്ഷെ ഒരു കാര്യത്തിൽ തീരുമാനമായി, ഈ ലോകത്ത് വെച്ച് ആദ്യമായിട്ട് വയറിളകി ചാകുന്നത് രണ്ട് പേരായിരിക്കും. ഒന്ന് പ്രസവൂനും ഒന്ന് ഞാനും. ചിരിക്കണ്ട, കഴിക്കേ. മുത്തോണ അമ്മയും കൂടെ വിളിക്കും. എന്തിനു വയറിളകി ചാവാൻ? അതിനല്ല, കഴിക്കാൻ വിളിക്കാൻ. അതിനു മുമ്പ് ചില നട്ടപ്പിടിക്കണം. 2 സെക്കൻഡ്. ഇന്നു മുതൽ രാവിലെ തൊട്ട് തുടങ്ങിയതാ ഈ വീട്ടിൽ പല കാര്യങ്ങളും. കറി വെക്കട്ടെ? ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല. അത് കാണുന്നുണ്ട്. തീ, കർപ്പൂരം. മുത്തോണ ഇതെന്തോ സ്പെഷ്യൽ? അതൊക്കെ ഉണ്ട് കുഞ്ഞേ, ഇന്നത്തെ ഊണ് ഇതൊക്കെ നിർബന്ധമാണ്. എന്തോ നീ തീയാ? തീയല്ല, വേറെ കാര്യം. അതൊക്കെ പറ. തീ വിഴുങ്ങാൻ അമ്മ എന്തോ ഫയർ ഡാൻസ് കളിക്കാൻ പോന്നു? അയ്യോ, അല്ല തമാശ. കർപ്പൂരത്തിന്റെ മണം കിട്ടിയാ? കിട്ടി, പുകയുന്നുണ്ട്. പയ്യെ പയ്യെ. കത്തിക്കരുത് വീട്. എന്താ ഇനി കൊച്ചമ്മയെ വിളിക്കാം. കൊച്ചമ്മോയ്, കൊച്ചമ്മ വരണം. കണ്ടോണം. എന്താ സംഭവം മുത്താണ്? അതൊക്കെ ഉണ്ട്. ഇരിക്കാൻ പറ്റണം. കൊച്ചമ്മ പറഞ്ഞതുപോലെ കർപ്പൂരത്തിന്റെ മണം, മനോഹരമായ പൊങ്കൽ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതെന്തമ്മ ഇതുവരെ കാണാത്ത ചില ചടങ്ങ്? അത് ഞാൻ പറയാം. കൊച്ചമ്മ ഒരു സ്വപ്നം കണ്ടു, മനോഹരമായ പൊങ്കൽ കഴിക്കുന്നതായിട്ട്. അങ്ങനെ പറഞ്ഞു, പൊങ്കൽ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. അതെ, അതായിരുന്നു. ഞാൻ കരുതി അമ്മയുടെ കിളി മൊത്തത്തില് ദേശാടത്തിന് പോയി. അമ്മ കഴിക്കൂ. കഴിക്കുന്നുള്ള ഇത്ര നീളം വേണ്ടല്ലോ, ഞാൻ കഴിച്ചോളാം കേട്ടോ. കഴിക്കണ കൊച്ചമ്മ. ഓ, ആഗ്രഹിച്ച് കഴിക്കണമെന്ന് പറഞ്ഞ് തന്നെയാ ഞാൻ വന്നത്. ഈ പൊങ്കൽ കഴിച്ചിട്ട് അഭിപ്രായം എടുത്ത് പറയണേ, എങ്ങനെ ഉണ്ടെന്ന്. ഓ, പൊങ്കല് അമ്മയ്ക്ക് എന്താണ് വേണ്ടത്? പൊങ്കലല്ലേ, അത് ഞാൻ ഉണ്ടാക്കി തരാം. ശരി, അമ്മ വാ. വരാമെന്ന് ഞാന്. എടാ, നീ എന്റെ കയ്യിൽ ഇവിടെ ഞാൻ വരാമെന്ന് പറഞ്ഞല്ലോ. എന്നാ വാ. അമ്മേ, ഞാൻ ഓ, ഇതാണാവോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം ഞാൻ എന്താ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാ. ആണോ? എന്തോന്നാ? പൊങ്കൽ. ഓ, എന്റെ ഏട്ടത്തിക്ക് തോന്നിയല്ലോ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. അതെ, അമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്റെ കടമയല്ലേ? അയ്യോടാ. അമ്മ വാശിയൊക്കെ മാറ്റി വെച്ചിട്ട് കഴിക്കമ്മ. കഴിക്കാം. പിടി. എന്റെ സ്വഭാവത്തിൽ മാറ്റല്ലേ കൊച്ചേ? എന്താടി ഇത്? പൊങ്കൽ. അതാ ഞാൻ പറയുന്നത്, കൊണ്ട് നിന്നെ പാട്ടിന് പോ. തൈര് ശാദം ഉണ്ടാക്കി കൊണ്ട് നിന്നിട്ട് പൊങ്കലാന്ന് പറഞ്ഞു തരുന്നോ? അമ്മേ. അമ്മയോ? അമ്മയാണോ നിന്നെ ഇത് പഠിപ്പിച്ചത്? അയ്യോ, അപ്പൊ പിന്നെ വേറെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ വരും. അയ്യോ, തൈര് ശാദം കൊണ്ടുപോയെടുത്തോട്ട്. അപ്പൊ ഇത് വേണ്ടേ? അയ്യാ, ചോറിനകത്ത് തൈരിട്ട് കുഴച്ച് വെച്ച് കൊണ്ടുപോകാൻ ഒന്ന് പോയി തരാമോ എല്ലാരും? ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നോട്ട് ഇവിടെ. അത് നീയും പോ. അപ്പൊ അമ്മ ഞാൻ വേണമെങ്കിൽ. ഒന്നും വേണ്ടല്ലോ, ചെല്ല്, അവന്റെ കൂടെ ചെല്ല്. അയ്യ, ഇതൊരു ചിരി.